ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു SNplus. ഇന്ന് ചെറിയൊരു വ്ളോഗാണ് കാണിക്കുന്നത്. നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ താഴെ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്താൽ അതിൽ ഓപ്ഷൻ വരും. അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് പറയാം. അപ്പോൾ ഇപ്പോൾ സമയം 5:45 കേട്ടോ. ആകാശത്തിൻ്റെ കളറൊക്കെ നോക്കൂ, എന്തൊരു ഭംഗിയാണല്ലേ ആകാശം കണ്ടിരിക്കാൻ. പ്രത്യേകിച്ചും ഈ നേരത്തെ സമയത്തൊക്കെ ഒന്ന് പുറത്തിറങ്ങി ആകാശമൊക്കെ നോക്കി നിന്നാൽ നല്ലൊരു സുഖമാണ് കേട്ടോ മനസ്സിനും. കിളികളുടെ ശബ്ദവും ഈ ആകാശത്തിൻ്റെ പ്രത്യേക കളറുകളും ഓരോ ദിവസം പ്രത്യേകം കളറായിരിക്കും കാണാൻ. അപ്പോൾ സൂര്യനെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷമാണ് പുറത്തേക്ക് പോയത്. അത് കഴിഞ്ഞ് വന്നു, ചോറ് വെച്ചു, കറി വെച്ചു, മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്, ചായ വെച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പൊടി വാട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഉപ്പേരിക്ക് അടുപ്പത്ത് വെച്ചു. പത്തിരി കുഴച്ചെടുക്കുമ്പോഴേക്ക് പത്തിരി ചുട്ടെടുക്കേണ്ട പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം കുഴച്ച് പരത്തുന്നതിനനുസരിച്ച് തന്നെ ചുട്ടെടുക്കാമല്ലോ. പിന്നെ ഇതാ ഈ മൺചട്ടി മയക്കി എടുക്കുന്നതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടെന്ന് കണ്ടു നോക്കാം കേട്ടോ. അങ്ങനെ ചെയ്താൽ മണ്ണിൻ്റെ ചുവയൊന്നും നമ്മൾ പിന്നെ കറി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ഇതാ പത്തിരിയൊക്കെ കുഴച്ചു ചുട്ടെടുക്കുകയാണ്. ഇത് ചെറിയ പൊടിയുണ്ട് കേട്ടോ. അത് പിന്നെ പത്തിരി പരത്തിയെടുത്ത് ചുടുമ്പോൾ അതിൻ്റെ പൊടിയായിട്ട് ഒന്ന് ചെറിയൊരു ബ്ലാക്ക് കളർ ആവാണ്. പ്രശ്നമൊന്നുമില്ല, തിരക്കിട്ടുള്ള പണിയല്ലേ. അപ്പോൾ അതൊന്നും നോക്കുന്നില്ല, നമുക്ക് തന്നെ കഴിക്കാനുള്ളതല്ലേ, ഗസ്റ്റൊന്നും വരുന്നില്ല. പിന്നെ ഇതാ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡിയായി. നല്ല മണം കേട്ടോ ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ. എനിക്ക് ഉപ്പേരിയുടെ മണം ഭയങ്കര ഇഷ്ടമാണ്. ഈ കറീനേക്കാളും കൂടുതൽ ഉപ്പേരി എന്തെങ്കിലും ചോറിന് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഉപ്പേരി ഇവിടെ റെഡിയായി, അത് ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇനി മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതൊന്ന് തൂമിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കടുക് ഇട്ടെടുത്തിട്ടുണ്ട്, ഉലുവ ഇട്ടെടുത്തു. ഇത് ഈ മീൻ കറി ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. കരിവേപ്പില ഇട്ടെടുത്തു. എന്തായി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മീൻ കറി ഇവിടെ റെഡിയായി. അപ്പോഴേക്ക് മോന് പോയിട്ട്, ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, ഇത് വെള്ളിയാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ബീഫ് വാങ്ങിയിട്ടുണ്ട്. മോന് അതൊക്കെ കൊണ്ടുവന്ന് ഫ്രഷായി വരുമ്പോഴേക്ക് പത്തിരിയും കറിയും കൊടുക്കും. ഇത് കഴിച്ചിട്ടാണ് മോന് മദ്രസയിലേക്ക് പോവുക. എത്ര ക്ഷീണമുണ്ടെങ്കിലും നേരത്തെ എണീച്ച് മോന് മദ്രസയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ കടിയും കറിയും ഒക്കെ ആക്കിയിട്ട് അത് കഴിപ്പിച്ചിട്ടേ ഞാൻ മദ്രസയിലേക്ക് വിടാറുള്ളൂ കേട്ടോ. 6:30 മോന് ഇവിടുന്ന് ഇറങ്ങണം. അപ്പോഴേക്ക് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ട് കേട്ടോ മോനെ വിട്ടു. ഒരു 11 മണിയായപ്പോൾ ഞാൻ എന്ത് ചെയ്ത് രാമനാട്ടുകര ഹെൽത്ത് സെൻറ്ററിലേക്ക് പോയിട്ടുണ്ട്. എൻ്റെ കാലിന് ചെറിയൊരു അലർജി ഉണ്ട്, അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് വന്ന് മോളെ അംഗനവാടിയിൽ വിട്ടിരുന്നു. പിന്നെ ഞാൻ വന്നപ്പോൾ മോളെയും കൊണ്ടുവന്നു. ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. എല്ലാം കഴിഞ്ഞു. ഇതൊരു മഗ്‌രിബിൻ്റെ സമയത്തെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കഴിഞ്ഞു. ഇനി വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും ഓർമ്മയുണ്ട്. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വ്ളോഗായിട്ട് വരാം. താങ്ക് യു.